കായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. നഗരസഭയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശുചിമുറി മാലിന്യ പ്ലാന്റ് വാങ്ങിയതിൽ ഉൾപ്പെടെ അഴിമതി ആരോപിച്ചാണ് ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. കായംകുളം നഗരസഭാ ചെയർപേഴ്സന്റെ രാജി ആവശ്യപ്പെട്ടാണ് നഗരസഭയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതി ആരോപിച്ചും അംഗനവാടി വർക്കർ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചുമാണ് മാർച്ച് നടത്തിയത്. കായംകുളം നഗരസഭയിൽ അഴിമതിയുടെ പരമ്പര സൃഷ്ടിച്ച് ചരിത്രം തിരുത്തിയ നഗരസഭാ ചെയർപേഴ്സൺ നാടിന് അപമാനമാണെന്ന് B. ബാബു പ്രസാദ് ആരോപിച്ചു. CPM-ന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആദ്യം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് CPM-ന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. അവർ ചൂണ്ടിക്കാണിച്ചു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചൂണ്ടിക്കാണിച്ചു. അത് മുഖവരക്കെടുത്തില്ല. മഞ്ചേരിയിൽ 1 പൈസ അഡ്വാൻസ് കൊടുക്കാതെ വാങ്ങിയ ഈ മൊബൈൽ ശുചിമുറി ഈ യൂണിറ്റ് അവിടെ കട്ടപ്പുറത്തിരിക്കുമ്പോൾ ഇവിടെ സമീറിനോട് പറയുകയായിരുന്നു 47 ലക്ഷം രൂപ വിലയുള്ള ഈ മൊബൈൽ യൂണിറ്റ് 27 ലക്ഷം രൂപ ആ പ്രൈവറ്റ് കമ്പനിയെ സഹായിച്ച് അവരിൽ നിന്ന് ചെയർപേഴ്സണും അതുപോലെ CPM-ഉം കമ്മീഷൻ വാങ്ങാൻ വേണ്ടി അവർക്ക് അഡ്വാൻസ് കൊടുത്തു. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇത് വാങ്ങിയിട്ടുണ്ട്. ഒരു വലിയ വാഹനമാണ് അവിടെ, ഐഷർ പോലത്തെ ഒരു വലിയ വാഹനവും അതിന് ഒരു ചെറിയ വാഹനവും വാങ്ങി. അവിടെയും ഇത് അഡ്വാൻസ് കൊടുക്കാതെയാണ് വാങ്ങിയത്. അവിടെ ഇതിനെക്കുറിച്ച് അതിന് ന്യായീകരണം ചെയർപേഴ്സൺ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 2 ലക്ഷം രൂപ കുറച്ചാണ് കായംകുളത്ത് വാങ്ങിയതെന്നാണ് പറയുന്നത്. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈനലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, KPCC സെക്രട്ടറിമാരായ E. സമീർ, N. രവി, കറ്റാനം ഷാജി, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു നസറുള്ള, ശോഭ സുരേന്ദ്രൻ, ഷുക്കൂർ വഴിച്ചേരി, വള്ളിയിൽ റസാഖ്, DCC ഭാരവാഹികളായ U. മുഹമ്മദ്, AP ഷാജഹാൻ, AJ ഷാജഹാൻ, K. പുഷ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.